കിട്ടണം എന്നുള്ളൊരു ആവശ്യം ഇഷ്ടമാണ്. അതുകൊണ്ട് അത് പഠിത്തത്തിന്റെ ഒപ്പം അങ്ങനെ കൊണ്ടുപോയി താല്പര്യമുണ്ട്. എന്നിട്ട് അപ്പുറത്തെ റൂം പോയപ്പോ ആ കുട്ടി ഇന്ന് കരയായിരുന്നു. അപ്പൊ ഞാൻ കണ്ടപ്പോ എന്തിനാ അങ്ങനെ ഇത്ര കരയണം, എന്തിനാ? അത് പിന്നെ ഞാൻ കൂടുതലും അങ്ങനെ എപ്പോഴും ഇൻസ്റ്റയിലിരിക്കില്ല. ഞാൻ അജയ് സാർ പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ലൈഫിൽ ഓവറോൾ നിങ്ങൾക്ക് ഉണ്ടാവും കോംപ്രമൈസ് ഇല്ലാത്ത ആളാണ്, കോംപ്രമൈസ് വേണ്ട. ഞാൻ കരഞ്ഞോണ്ട് അമ്മയ്ക്ക് വിഷമമില്ല. അമ്മ എന്താ അങ്ങനെ. ഹായ് ഗൈസ്, എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് പേര് ദേവിക, സ്ഥലം ഒറ്റപ്പാലം, പാലക്കാട്. ആൻഡ് +2 ദേവിക നേടിയ മാർക്കും കൂടി ദേവിക തന്നെ പറയും. 1200 ഒരു മാർക്ക് പോലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കോംപ്രമൈസും ചെയ്യാതെ ഫുൾ മാർക്ക് സയൻസിൽ നേടിയ ദേവികന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. ദേവിന്റെ ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ട്. പാലക്കാട് അടിപൊളി ഒരു പാടത്തിന്റെ നടുവിലൊക്കെ ആയുള്ളൊരു തറവാട് വീടിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദേവികയുടെ വിശേഷം അറിയാൻ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ദേവികയുടെ മൊത്തത്തിലുള്ള +1 +2 ജേണി. ആൻഡ് അതിൽ ദേവികക്ക് നിങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ദേവിയുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കടെടുക്കാനുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 1200 എക്സ്പെക്ട് ചെയ്തായിരുന്നു. കാരണം +1 ഫുള്ള് കിട്ടിയപ്പോൾ തന്നെ +2 അതേപോലെ നിന്ന് ശ്രമിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ ലാംഗ്വേജിൽ എങ്ങാനും ഇപ്പൊ പോവോ അങ്ങനൊരു പേടി ചെറുതായിട്ടുണ്ടായിരുന്നു. അതല്ലാതെ സയൻസ് വിഷയങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്നതന്നെ പ്രതീക്ഷിച്ചു. കോൺഫിഡൻസ് ഒരു കുറവില്ല. ഇപ്പൊ ലാംഗ്വേജിന്റെ കാര്യത്തിൽ എപ്പോഴും അല്ലെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു പേടിയാണ്. ഇംഗ്ലീഷ് ഫുൾ എങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് ഒരു മാർക്ക് ലെറ്റർ ഒക്കെ കറക്റ്റ് ബോക്സ് ഒക്കെ വരച്ചോ? അതൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷിന് അല്ലെങ്കിൽ ലാംഗ്വേജിൽ എന്തെങ്കിലും ഒരു മാർക്ക് പോവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ സയൻസിന്റെ കാര്യത്തിലും മാത്സ് ഒന്നും കാര്യത്തിലും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ത്രൂ ഔട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ +1 ഫുൾ മാർക്ക് നേടിയപ്പോ +2 നേടിയേ പറ്റൂ. ഇനി അതൊരു കിട്ടണം എന്നുള്ളൊരു ആവശ്യമായി പോയി അല്ലെ? ആൻഡ് പഠിച്ച സ്കൂളിൽ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ ഇനി ഹീറോ ആണ് അല്ലെ? ഇപ്പൊ ബോർഡ് എക്സാമിന് 1100 വാങ്ങാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വളരെ റയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് ദേവിക അച്ചീവ് ചെയ്തു. ഇനി ദേവിയുടെ അടുത്ത അച്ചീവ്മെന്റ്സിലേക്ക് വരികയാണെങ്കിൽ, ദേവിക ഈ പഠനത്തിന്റെ കൂടെ ഒക്കെ തന്നെ വേറെ ചില കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. ദേവിക നല്ലൊരു ഡാൻസറാണ്. എത്ര വർഷം പഠിച്ചു? ഞാന് ചെറുപ്പം മുതൽ കുറച്ച് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ കൂടുതലായിട്ട് +1 +2 മത്സരങ്ങൾക്ക് അങ്ങനെ കൂടുതൽ പോകാൻ തുടങ്ങി. ഈ പഠനത്തിന്റെ കൂടെ തന്നെ ഡാൻസിന് ഒരു +1 +2 ഇഷ്ടമാണ്. അതുകൊണ്ട് അത് പഠിത്തത്തിന്റെ ഒപ്പം അങ്ങനെ കൊണ്ടുപോയി താല്പര്യമുണ്ട്. അതിന്റെ കൂടെ ഏതൊക്കെയായിരുന്നു മത്സരം? ഏതൊക്കെ? ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം. 3 ഐറ്റംസിന് കോമ്പീറ്റ് ചെയ്തു, മത്സരിച്ചു, ജില്ലയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല അല്ലെ? ഇത് പഠനത്തിലൂടെ എങ്ങനെ ശരിക്കും കൊണ്ടുപോയത്? അത് ഞാൻ +1 ജസ്റ്റ് ഭരതനാട്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ക്ലാസ്സിന് ഇങ്ങനെ പോകണം. അവ അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ +2 എത്തിയപ്പോ ഞാൻ ചേരണില്ല വിചാരിച്ചു. പ്രാവശ്യം പഠിക്കാനും ഉണ്ട്, പിന്നെ അതിന്റെ ഒപ്പം ഇതിന്റെ എക്സ്പെൻസ് അങ്ങനെ എല്ലാം വെച്ചിട്ട് പിന്നെ എന്തായാലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മ ഓക്കെ ഞാൻ ചേർത്താം അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ മറ്റേ കോമ്പറ്റീഷൻ നടക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പാണ് ചേർന്നത്. അപ്പൊ ഞാൻ ആ ഓണം വെക്കേഷൻ ആ സമയത്ത് വേഗം പഠിച്ചു. അങ്ങനെ 3 എണ്ണം കോമ്പീറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ സമയം പോയായിരുന്നു. കാരണം പെട്ടെന്നാണ് ഇതൊക്കെ പഠിച്ചത്. പൊതുവേ ഉള്ളൊരു ഇതാണ്, പഠിക്കുന്ന കുട്ടികളോട് സ്കൂളിൽ നിന്ന് പറയുന്നതാണ് നീ ഒന്നിനും പങ്കെടുക്കരുത്, NSS ചേരരുത്, NCC ചേരരുത്, ഭരതനാട്യം ഇങ്ങനത്തെ കലോത്സവം ഒന്നും പങ്കെടുക്കണ്ടെന്ന് പറയും. കാരണം സമയം ഒരു പ്രശ്നമാണ്. പക്ഷെ അത് മാനേജ് ചെയ്യാൻ പറ്റി. മാനേജ് ചെയ്തു. അത് ക്ലാസ് കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് ഇടയ്ക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പ്രാക്ടീസിന് പോകും. അപ്പൊ പിന്നെ ആ പ്രാക്ടീസും കൂടി കഴിഞ്ഞ് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ക്ഷീണമാവും. അപ്പൊ ജസ്റ്റ് കടന്നാ മതി എന്നുള്ള രീതിയിലൊക്കെ വരും. പക്ഷെ പിറ്റേ ദിവസത്തേക്ക് പഠിക്കാനതൊക്കെ ആലോചിക്കുമ്പോ ഇരുന്ന് പഠിക്കും. ഒരു പാഷൻ ഉള്ളതുകൊണ്ട്, രണ്ടിനോട് പാഷൻ ഉള്ളതുകൊണ്ടാണ്. അതായത് അതൊരു മത്സരത്തിന് വേണ്ടി ഗ്രേസ് മാർക്കിനോ വേണ്ടി മാത്രമല്ല പഠിച്ചത്. അത് വലിയൊരു ഫാക്ടറാണ്. ആൻഡ് അതേപോലെ പഠനം അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. ഒരു പാഷൻ ഉള്ളതുകൊണ്ടാണ് രണ്ടും കീപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ പാഷൻ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പഠിക്കുക, രണ്ടിനും നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്നുള്ളത് ദേവിയുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റിയൊരു മെസ്സേജ് ആയിട്ട്. പിന്നെ സ്കൂളിലും ടീച്ചർ പറയും ഇതിനൊക്കെ പോയാലും അതിന് മാർക്ക് കുറയും, അതിനൊരു മാനദണ്ഡമല്ല അങ്ങനെ. അപ്പൊ എനിക്ക് മറ്റേ കോമ്പറ്റീഷനും പോകുമ്പോ മാർക്കും അത്യാവശ്യം കിട്ടുമ്പോ ടീച്ചർ അങ്ങനെ പറയും. പിന്നെ അവരൊക്കെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഇതിനൊക്കെ പോകുമ്പോ. പിന്നെ പഠിക്കണം അവരിങ്ങനെ പ്രഷർ ചെയ്ത് ഇങ്ങനെ +1 കിട്ടിയപ്പോ പിന്നെ +2 കിട്ടണം അങ്ങനെ പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. അവര് പറയും ഇടയ്ക്ക് ചോദിക്കും റിവിഷൻ ചെയ്യുന്നില്ലേ, പഠിക്കുന്നില്ലേ അങ്ങനെയൊക്കെ. അല്ലാതെ അപ്പൊ അവര് സപ്പോർട്ട് തന്നെയായിരുന്നില്ല. അവരെല്ലാരും ആ പ്രഷർ അത്ര ഇല്ലാത്തത് നല്ലൊരു എഫക്റ്റ് ആയിട്ടുണ്ട് അല്ലെ?
പ്രഷർ ചെയ്താൽ നീ പ്രഷറൈസ്ഡ് ആവുമോ? അതായത് ടെൻഷൻ കയറിയ പഠനം എന്നൊരു ടൈപ്പാണോ? അങ്ങനെ അത്ര ഇല്ല. എന്നാലും ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഇത് പഠിക്കില്ല ഇങ്ങനെ നന്നായി ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്കപ്പൊ കുറച്ച് ഇതാവും. ഞാൻ സ്വയമായിട്ട് ഇരുന്ന് പഠിക്കും. ഞാൻ എന്റെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകും. എന്റെ ഒരു ഫ്ലോയിൽ ഞാൻ പോകും. അതിനിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇവിടെ അമ്മയ്ക്ക് വന്ന് നോക്കുമ്പോ ഇടയ്ക്കൊക്കെ ഞാൻ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അല്ലാതെ ഞാൻ ഒരു ഫ്ലോയിൽ പോണ സമയത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ടെൻഷൻ ആവണം. ഇടയ്ക്ക് ഞാൻ അമ്മോട് പറയാറുണ്ട് ഞാൻ അമ്മോട് ഇടയ്ക്ക് പറയും ഞാൻ പഠിക്കുന്നത് അങ്ങനെ പറയണ്ട. പക്ഷെ ചില സമയത്ത് ഞാൻ എന്നെ പോയി പറയും ഇടയ്ക്ക് എന്നോട് അങ്ങനെ ഒന്ന് പറയണം പഠിക്കണം. അപ്പൊ അങ്ങനെ അതൊരു വലിയ സപ്പോർട്ടൊന്നും ആവശ്യമില്ലാത്ത നീ എന്നെ സ്വയം പഠിക്കൂലേ? ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. പിന്നെ ചെറിയ പ്രായത്തിൽ എന്താ ടീച്ചർ ആവാനുള്ള പ്ലാൻ അല്ല ഡോക്ടർ ആവാനുള്ള പ്ലാൻ ഒന്നും ഇല്ലായിരുന്നല്ലേ? എത്രാം ക്ലാസ് മുതലാണ് പിന്നെ പറഞ്ഞത്? കൂടുതലും ഒരു 10th സമയത്തൊക്കെ. 10th എത്തിയപ്പോ ഡോക്ടർ ആവണം എന്നൊരു അതിയായ ആഗ്രഹം. എന്താ സിനിമ കണ്ടിട്ടെന്നാ പറഞ്ഞല്ലേ? അതിങ്ങനെ ഓരോ സിനിമ അങ്ങനെ വെച്ചൊക്കെ ഓർമ്മയില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ ഇന്ന് തന്നെ കാണാൻ പറയാം. അങ്ങനെയൊക്കെ അങ്ങനെയില്ല. അങ്ങനത്തെ ഏതാ സിനിമ ഉള്ളേ? അല്ല ഇങ്ങനെ ഡോക്ടേഴ്സ് ആയിട്ട് അസോസിയേറ്റഡ് ആയി അങ്ങനെ എന്തെങ്കിലും സിനിമ അല്ലെങ്കിൽ സീരീസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണുമ്പോ. മറ്റേ ഫിലിമാ മറ്റേ ദേവർകൊണ്ടന്റെ പടം അർജുൻ റെഡ്ഡിയാ? കൊറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. കൊറേ ആൾക്കാർ അർജുൻ റെഡ്ഡി കണ്ടിട്ട് ഫിലിം അങ്ങനെ ഓരോ സിനിമ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പിന്നെ കൂടുതലും പിന്നെ സയൻസ് എടുത്തു. പിന്നെ ഇതിലേക്ക് നല്ല ആഗ്രഹം വന്നു. പിന്നെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ ഇതില്? ബയോളജി തന്നെ അല്ലേ? മാറ്റൊന്നുമില്ല, ക്ലീഷയാണ്. ബയോളജി തന്നെ. ഇഷ്ടമില്ലാത്ത ഫിസിക്സ്? ഇഷ്ടമില്ലാത്തല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് മാറ്റൊന്നുമില്ല, ക്ലീഷ തന്നെയാണ്. റെഡി. പിന്നെ നിന്റെ ഓവറോൾ ഒരു ഡെയിലി ഇപ്പൊ 24 മണിക്കൂർ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അതിൽ നിന്റെ ഒരു റൂട്ടീൻ നിങ്ങൾ ഒരു സ്കൂളിലെ ഡേയില് നീ എങ്ങനെ സ്പെൻഡ് ചെയ്യാ? സ്കൂളിൽ അങ്ങനെ എല്ലാ ദിവസവും ഈ റൂട്ടീൻ ഞാൻ രാവിലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ടൈം ടേബിൾ അത്ര ഇതായിട്ടൊന്നുമില്ല. എന്നാലും മറ്റേ സാധനം ഉണ്ടല്ലോ, സാധനം മോട്ടിവേഷൻ വീഡിയോ കണ്ടാല് 6 മണിക്ക് വേക്കപ്പ് 6:05 പല്ല് ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ കൂടുതലും രാത്രി കൂടുതൽ പഠിക്കാതിരിക്കുക. രാവിലെ നേരത്തെ രാവിലത്തെ അതിൽ നിന്ന് വരാം. രാവിലെ എഴുന്നേറ്റാൽ നിന്റെ ഒരു രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ഒരു 6 മണിയൊക്കെ ആകുമ്പോ. അതിനു മുമ്പ് എഴുന്നേക്കൂല? അതിന്റെ ഓരോ ഡേ വെച്ച് അങ്ങനെ ഇരിക്കും. നേരത്തെ 4 മണി 6 മണി ഉറക്കം കോംപ്രമൈസ് ചെയ്ത പരിപാടിയില്ല. അത് രാത്രി ഇരിക്കുന്നോണ്ടെങ്കിൽ രാവിലെ അത്ര ഞാൻ നേരത്തെ നിൽക്കുക എല്ലാം കൂടി. രാവിലെ പഠിക്കോ? രാവിലെ എഴുന്നേറ്റ് ഞാൻ അത്ര പഠിക്കില്ല. അപ്പൊ ഒരു കണ്ടിന്യൂഷൻ കിട്ടാത്ത പോലെ തോന്നും. രാവിലെ അങ്ങനെ ചില സമയത്ത് എണീറ്റ് രാവിലെ ഇരുന്ന് പഠിക്കാം. അത് ഓരോ ദിവസത്തെ മാത്രം. നേരെ സ്കൂളിൽ പോകും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നീ പഠിക്കാറുണ്ടോ? സ്കൂളിൽ ക്ലാസ് അല്ലാതെ ഗ്യാപ്പിൽ പഠിക്കാം? ക്ലാസ് അല്ലാതെ ഞങ്ങള് പിന്നെ എക്സാമിന്റെ ഒക്കെ സമയമാകുമ്പോ എല്ലാരും ക്ലാസ്സിൽ ഇരുന്നിട്ട് കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ ലഞ്ച് ബ്രേക്ക് ഒക്കെ കറങ്ങാൻ പോവാ? കറങ്ങാൻ കുറച്ചൊക്കെ പോകും. അതൊക്കെ ഗ്രൗണ്ടിൽ പോയി അങ്ങനെ അതൊക്കെ സാധാരണ ടീച്ചേഴ്സ് കാണും. ടീച്ചേഴ്സ് അവര് കുഴപ്പമില്ല. അവര് ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് അങ്ങനെ ഏത് നേരം പഠിക്കണം. സ്കൂളിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ട് സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുന്നൊന്നും നിന്നിട്ടൊന്നുമില്ലേ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സ്കൂൾ ലൈഫ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറെ പേര് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ പഠിക്കുന്നവർക്ക് സ്കൂൾ ലൈഫ് മിസ്സാവും, +1 +2 മിസ്സാവും. അങ്ങനത്തെ ഒരു കേസ് ഒന്നും ഇല്ലല്ലേ? മാക്സിമം സ്കൂൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സുമായിട്ട് ബന്ധം, ഫ്രണ്ട്സ്, വേറെ എന്തെങ്കിലും NSS അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ട് ഇപ്പൊ NSS ഉണ്ട്. അപ്പൊ മാക്സിമം സ്കൂളിൽ നിന്ന് കിട്ടാനുള്ള മാക്സിമം എല്ലാ സാധനവും 360 ഡിഗ്രി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും പഠനത്തിൽ എന്തായിട്ടില്ല, ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം പഠിക്കാതിരിക്കും. നേരെ പഠിക്കാതിരിക്കും? അല്ല, കുറച്ച് കുളിക്കും, ചായ കുടിക്കും, അത് കഴിഞ്ഞാൽ പഠിക്കാതിരിക്കും. ഒറ്റയിരുത്തോ? പിന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ ടാർജറ്റ് ഉണ്ടാവുമായിരുന്നോ? ഇല്ല, അങ്ങനെയില്ല. ഞാൻ പഠിച്ചു കഴിയുന്നവരിക്കും. അതായത് ഒരു ടോപ്പിക് അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും ഉണ്ടെച്ചാലും അങ്ങനെയൊക്കെ എനിക്ക് കഴിഞ്ഞു തോന്നിയ അപ്പൊ ഓക്കെ. എന്നാലും ഒരു 12 മണി അങ്ങനെയൊക്കെ കഴിയും എന്തായാലും. ബേസിക്കലി നീ ഒരു ടാർഗറ്റ് വെക്കും, സബ്ജക്റ്റ് അല്ല നാളത്തേക്കുള്ളത് ഇല്ല, ഈ സംഭവം കഴിയണം. ഒരു ടോപ്പിക് അല്ല ഒരു സബ്ജക്ട് തീരുന്നവരെ ആണ് പ്ലാൻ ചെയ്യാറ്. അപ്പൊ അത് മേ ബി ചില ദിവസം ലേറ്റ് ആവും, ചില ദിവസം നേരത്തെ ഉറങ്ങുന്നത്. കുറച്ച് വലിയ ടാർഗറ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ടൈം ആണോ പഠിക്കുന്നത്? അല്ല, ടൈം ബേസ്ഡ് അല്ല പഠിക്കുന്നത്. ഒരു ടോപ്പിക്കോ അങ്ങനെ ഒരു രീതിയിലുള്ള ടാർഗറ്റ് ആണ്. മേ ബി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അത് ഒരു അടിപൊളി ടെക്നിക്കായിട്ട് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞാലേ ഉറങ്ങുള്ളൂ. അത് കഴിഞ്ഞില്ലെങ്കിൽ ഉറക്കം അല്ലെ ഒന്ന് തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്യും അല്ലെ? പിന്നെ ഭക്ഷണം ഒന്നും സ്കിപ്പ് ചെയ്യാറുണ്ട് പോലെയല്ല, ഉറക്കം കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പോ നിങ്ങളെല്ലാവരും നമ്മളെ കടന്നുപോയ +1 +2 ലൈഫ് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റർബൻസ്, അതായത് വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസിൽ എന്തെങ്കിലും, അതായത് സോഷ്യൽ മീഡിയ യൂസേജ് എങ്ങനെയാ? സോഷ്യൽ മീഡിയ ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ അതെല്ലാം കൂടുതൽ പേര്. ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഐഡി ഇപ്പൊ ചോദിക്കും ചില പൂവാലന്മാരൊക്കെ ചോദിക്കും. +1 കഴിഞ്ഞിട്ട് അടുത്ത് വെക്കേഷൻ എക്സാം വരെ
ഒന്നുമില്ല. ഇല്ല. വാട്സപ്പ് വാട്സപ്പ് ഉണ്ട്. പക്ഷെ അത് അതില് പിന്നെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഞങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ മെസ്സേജ് വരും. അത്രേ ഉള്ളൂ, വല്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ പ്ലസ് വണ്ണിൽ മാർക്ക് കിട്ടാൻ മേ ബി അതൊരു നല്ലൊരു റീസൺ ആയിരിക്കും. പിന്നെ +1 വെക്കേഷൻ ആ സമയത്ത് ഇൻസ്റ്റ എടുത്ത് അത് പിന്നെ ഞാൻ കൂടുതലും അങ്ങനെ എപ്പോഴും ഇൻസ്റ്റയിൽ ഇരിക്കില്ല. ഞാൻ അജയ് സാർ പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് കുറെ നേരം നമ്മളതിൽ ഇരിക്കുന്നുണ്ട ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കുക. ഞാനതാ ഇത്. അപ്പൊ എല്ലാവരോടും ചോദിക്കുമ്പോൾ തന്നെയാണ് പറയുന്നത്, അതായത് നല്ല റിസൾട്ട് വാങ്ങി എല്ലാവരും ചോദിക്കുമ്പോൾ അവർ അവസാനം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അധികം സ്പെൻഡ് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ കുട്ടികളുടെ കേസിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡിസ്ട്രാക്ഷൻ ആണ് അല്ലെ. ചെറുതൊരു കണ്ടാൽ അത് എന്തായാലും ഒരെണ്ണം നോക്കി ഇനി അടുത്ത് നോക്കാൻ തോന്നുന്നത് ഒബ്വിയസ്ലി എല്ലാവർക്കും നല്ലൊരു സാധനം കണ്ട ഡാൻസ് കണ്ട കുറച്ചു നേരം അത് തന്നെ ആയിരിക്കും. പിന്നെ അതുകൊണ്ട് എക്സാം സമയത്ത് ഞാൻ എന്തായാലും അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കും. ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും സാർ എപ്പോഴും പറഞ്ഞ സാധനമാണ്. പ്രത്യേകിച്ച് ഈ ഏജിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഏജിൽ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. പഠനത്തിന്റെ ഇടയിൽ ഒന്ന് ഫോൺ എടുത്താൽ ഇത് പോയി അല്ലേ. അങ്ങനെ തന്നെ നിങ്ങൾ തന്നെ പറയും, 2 പേജ് പഠിക്കും, ഒരു 5 മിനിറ്റിന് വേണ്ടി ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം തുറക്കും, പിന്നെ 1 മണിക്കൂർ ഇരിക്കും. പിന്നെ രാവിലെ നീട്ടുടനെ നമ്മൾ ഫോൺ എടുത്തിട്ട് കുറെ നേരം നോക്കി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ഫുൾ പോയി. പിന്നെ എന്തായാലും കുറച്ചേരം നോക്കാൻ തോന്നും. ഞാൻ പിന്നെ ഒരു 10 മണി രാവിലെയൊക്കെ സ്കൂളിലേക്ക് ദിവസമാണെങ്കിൽ അങ്ങനെ കഴിഞ്ഞാലേ ഞാൻ കൂടുതൽ ഇടയ്ക്ക് നോക്കാനും അങ്ങനെ പോവാറുള്ളൂ. ഒരു 10 മണിക്ക്. അപ്പൊ പിന്നെ നമുക്ക് അത്ര തോന്നില്ല. രാവിലെ നീട്ടുടനെ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ഫുള്ള് ഇതിലേക്കൊരു നമുക്ക് അതൊരു ടെൻഡൻസി. ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ് കേട്ടോ. നല്ല രീതിയിൽ മാർക്ക് കിട്ടണം. തൽക്കാലം ഇൻസ്റ്റാഗ്രാം വേണ്ട, നമുക്ക് പിന്നീട് എത്തിയിട്ടാക്കാം അല്ലെ. ഒരു കോളേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റി ബോധം ഉണ്ടാവും. പിന്നെ നീറ്റാണ് ഇനി അടുത്ത കടമ്പ അല്ലെ. നീറ്റിനെ പറ്റിയിട്ട് നിന്റെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു? സ്റ്റേറ്റ് ഹൈസ്കൂൾ വരെ സ്റ്റേറ്റ് സ്കൂൾ തന്നെ അല്ലേ? +1 സ്റ്റേറ്റ് സിലബസ് തന്നെയാണ്. അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്? ജമ്പ് എങ്ങനെയുണ്ട്? സ്റ്റേറ്റ് സിലബസ് ആൻഡ് നീറ്റ് സിലബസ് ഡിഫറൻസ് ഉണ്ട്. കാരണം ഒരു നമ്മളിപ്പോ 10ന്ന് +1ക്ക് വരുമ്പോ പെട്ടെന്ന് ഫിസിക്സ് അത് ആ ഒരു നമുക്കൊരു വ്യത്യാസം മനസ്സിലാവല്ലോ. അതേപോലെ തന്നെ ഉള്ള ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ ക്രാഷിന് പോയ സമയത്ത് അത് ഈ +2 പഠിച്ച പോലെ അല്ല, ഒരു ജസ്റ്റ് കുറച്ചുകൂടി ഹയർ ലെവലാണ്. അതിപ്പോ ബയോളജി ആയാലും NCERT ഫുൾ ഇരുന്ന് വായിക്കണം. അത് നമ്മൾ +1 +2 മുതലേ ഒന്ന് വായിക്കുകയാണെങ്കിൽ ബയോളജി സെറ്റ് ആവും. അതത്രേ ഉള്ളൂ. ഫിസിക്സും കെമിസ്ട്രിയുടെയും കേസിലേക്ക് അതന്നെ തോന്നിയത്. +1 +2 ഒന്നുകൂടി നോക്കിയായിരുന്നു, എഫേർട്ട് എടുക്കാം. ബയോളജി ഫുള്ളായിട്ട് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് NCERT തന്നെ റെഫർ ചെയ്യുക. വേറെ ബുക്ക് എടുക്കരുത് എന്നാണ്. ഞാൻ +1 വേറെ മറ്റേ ബയോളജിക്ക് സുവോളജിക്ക് വേറെ ടെക്സ്റ്റ് എടുത്തു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് NCERT വായിക്കുമ്പോൾ എന്നാലും പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ റെഡി ആകും. അപ്പൊ പിന്നെ +1 +2 മുതൽ തന്നെ NCERT വായിക്കുകയാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അതാണ് എനിക്ക് ബയോളജിയുടെ കാര്യത്തിൽ തോന്നിയത്. അപ്പൊ NCERT തന്നെയാണ് ബെസ്റ്റ് അല്ലെ. 8 യൂസിന് ബെസ്റ്റ് എന്ന് NCERT തന്നെ പറഞ്ഞു. ബാക്കി പഠനത്തിന് വേണ്ടിയിട്ട് നീ നീറ്റിന് ബേസ്ഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ബേസ്ഡ് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ പഠിക്കല്. സ്വന്തം നോട്ട് ഉണ്ടാക്കും, വേറെ ആരും ഫോളോ ചെയ്യുന്നില്ല? ഇല്ല, ഞാൻ ക്ലാസ് കാണും, പിന്നെ അതിന്റെ നോട്ട് അപ്പൊ തന്നെ എഴുതിയിട്ട് വെക്കും. പിന്നെ ഞാൻ വൃത്തിയായിട്ട് വെക്കും. എന്നാലും പിന്നെ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ വായിച്ചു നോക്കാൻ തോന്നും. എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും പിന്നീട് ആഡ് ചെയ്യാറുണ്ടോ? അത് നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോയ പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കും. സ്പേസ് സാധാരണ നമ്മൾ എഴുതുമ്പോൾ അതിന്റെ സൈഡിലൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടാവും. പറയാറുണ്ട് പലരും പറഞ്ഞാല് സൈഡിൽ എപ്പോഴും ഒരു ചെറിയൊരു സ്പേസ് എങ്കിലും ഒഴിവാക്കി വിടാറുണ്ട്. എന്തായാലും കുറച്ചൊരു പിഷ്കണ്ട, നിങ്ങൾ അത്യാവശ്യം ബ്ലാങ്ക് സ്പേസ് കിട്ടോ. പിന്നീട് എന്തെങ്കിലും എക്സ്ട്രാ നോളജോ ഏതെങ്കിലും എൻട്രൻസ് ക്വസ്റ്റനോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ എഴുതാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ പഠനത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. പിന്നെ നിനക്ക് ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ ഓൺലൈനിൽ കാണുമ്പോൾ പൊതുവെയുള്ള കുട്ടികൾ പറയുന്ന ഓൺലൈനിൽ ഒരുപാട് നേരം ക്ലാസ് കാണാൻ പറ്റൂല, നല്ലൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ ചില കുട്ടികൾ പറയാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടോ? ഇല്ല, ഓൺലൈനും ഓഫ്ലൈനും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇപ്പൊ ക്രാഷിനൊക്കെ വന്ന സമയത്ത് ഓഫ്ലൈൻ ആണെങ്കിൽ സാർമാരോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ഓൺലൈനിൽ അത്ര ലിമിറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ക്ലാസ് ഒക്കെ കുഴപ്പമില്ല. മറ്റേ ഓൺലൈനിൽ സാർമാരോട് ഡൗട്ട് ചോദിക്കാൻ ഞാൻ ഡൗട്ട് ക്ലിയറൻസിലൊക്കെ ചോദിച്ചായിരുന്നു. വാട്സപ്പിൽ ചോദിക്കും. അപ്പൊ ഫിസിക്സ് ഒക്കെ അവര് വേഗം റിപ്ലൈ തരും. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്താൽ തന്നെ ആ എക്സാമിന്റെ ഒക്കെ സമയമാകുമ്പോഴേക്കും ഞാൻ രാവിലെ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അപ്പൊ ഇല്ല, അപ്പൊ റിപ്ലൈ അപ്പൊ അങ്ങനെ ആ പ്രശ്നമില്ല. ഡൗട്ട് പിന്നെ അങ്ങനെ ക്ലിയർ ആയി പോകും. പിന്നെ ക്ലാസ് കാണും, നോട്ട് എഴുതും, അതൊക്കെ അടിപൊളിയാണ്. ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ആ ഷെഡ്യൂൾ ഫോളോ ചെയ്താ കറക്റ്റ് മറ്റേ റാങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാ ആ മറ്റേ +2 തുടങ്ങിയ സമയത്ത് അത് വെക്കേഷനിലായിരുന്നു തുടങ്ങിയത്. +1 കഴിഞ്ഞിട്ട് ആ വെക്കേഷനിൽ അത്ര ഫോളോ ചെയ്തിട്ടില്ല, കുറച്ച് അങ്ങനെ പോയി. അപ്പൊ പിന്നെ എന്നാലും അത് സ്കൂള് തുടങ്ങി. പിന്നെ അപ്പൊ അത് വേഗം മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റി. പിന്നെ ഇംപ്രൂവ്മെന്റിന്റെ സമയത്ത് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരാഴ്ച ലീവായിരുന്നു.
അത് മുതലാക്കി അത് നല്ല രീതിയിൽ പിന്നെ പിന്നെ അങ്ങനെ പെൻഡിങ് വന്നതൊക്കെ അങ്ങനെ ചെയ്തു. മേക്കപ്പ് ചെയ്ത്. പിന്നെ കോൺസ്റ്റന്റ് സപ്പോർട്ട് അധികം ആവശ്യമില്ല, സെൽഫ് മോട്ടിവേറ്റഡ് ആയ ഒരു പേഴ്സൺ ആയിട്ടാണ് ദേവി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതില് പല കുട്ടികൾ, ഇത് ദേവിനെ വെച്ച് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പല കുട്ടികൾക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ സപ്പോർട്ട് എപ്പോഴും ഇമ്പോർട്ടൻ്റാ. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് അങ്ങനെ എപ്പോഴും പലരും പറയാറുണ്ട്, ലൈഫിൽ എപ്പോഴും ഒരു സപ്പോർട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള പറയാറ്. ചിലർ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ചിലപ്പോൾ ടീച്ചർ ആയിരിക്കും, അല്ലെ മറ്റാരെങ്കിലും ആയിരിക്കും. അങ്ങനെ ആരെങ്കിലും ലൈഫിൽ ഓവറോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു പഠനത്തിന്റെ ഒരു ഫീൽഡിൽ പാരന്റ്സിനെ ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും അല്ലെ? പഠിക്കുന്ന പറഞ്ഞിട്ടാണോ? ഇല്ല പഠിക്ക അങ്ങനെ കൂടുതലായിട്ട് പറയില്ല. ഇടയ്ക്ക് ഞാൻ എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി ഇരിക്കുന്ന സമയത്ത് പഠിക്കില്ലേ വന്ന് ചോദിക്കും. അപ്പൊ പിന്നെ നമുക്ക് ഒരു മനസ്സിലേക്കൊരു ടെൻഷൻ. ഇപ്പൊ അമ്മ അങ്ങനെ ചോദിച്ചോ, പിന്നെ വേഗം പഠിക്കണല്ലോ, അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചോദിക്കും. അല്ലാതെ കൂടുതൽ പ്രഷർ അങ്ങനെയൊന്നുമില്ല. പിന്നെ അച്ഛനായാലും നാട്ടിലില്ലാത്തത് വിളിക്കുമ്പോ പഠിക്കുന്നില്ലേ അങ്ങനെ അന്വേഷിക്കും. അപ്പൊ പിന്നെ പഠിക്കുന്നുണ്ട്. പിന്നെ അവരങ്ങനെ കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതന്നെ എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ. അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്, ഹാപ്പി ആക്കണം, അവരെ പ്രൗഡ് ആക്കണം. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പിക്ക് പോകുമ്പോ കൂടുതൽ പൈസ ഇങ്ങനെ നമ്മളെ എവിടേക്കെങ്കിലും അഡ്മിഷൻ ഒക്കെ എടുക്കുമ്പോ കൂടുതൽ അങ്ങനെ എനിക്ക് വേണ്ടി ചെലവാക്കാൻ എനിക്ക് അത്ര ഇല്ല. പിന്നെ ഹോസ്റ്റൽ ഫീസ് 70 രൂപയാണ്, മാറിയോന്ന് അറിയില്ല. 70 കേട്ടോ, 70 അത്രേ ഉള്ളൂ. 70 രൂപയാണ്, അത് പേരിന് വാങ്ങുന്നതുമാണ്. പിന്നെ ഇങ്ങനെ മാർക്ക് കൂടുതൽ കിട്ടുമ്പോ സ്കോളർഷിപ്പ് ഉണ്ടാവും. അപ്പൊ പിന്നെ കൂടുതലും അത് വലിയ ഫാക്ടറാണ്. അതായത് പലരും പറയുന്നതാണ്, സാർ എന്താണ് പഠിക്കാൻ ഒരുപാട് ക്യാഷ്, അങ്ങനെ ഇല്ലടാ. ഇന്നത്തെ കാലത്ത് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾ എഫേർട്ട് എടുത്ത് പ്രൂവ് ചെയ്ത് തുടങ്ങിയാൽ, നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് പേര് ആൾക്കാരുണ്ടാവും. പല സ്കോളർഷിപ്സ് ഗവൺമെന്റ് ആയിട്ടും ഗവൺമെന്റ് അല്ലാതെ NGOസും എല്ലാവരും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ടുമുണ്ട്. നിങ്ങളിപ്പോൾ കോളേജിൽ പോയി കഴിഞ്ഞാലും നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് യാതൊരു ഫീസൊന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി സ്പോൺസർഡ് ആയിട്ട്. IITയിലും NITയിലും എയിംസിലും ഒക്കെ പഠിക്കുന്ന പല കുട്ടികൾക്കും കംപ്ലീറ്റ്ലി എന്തായിട്ടുണ്ടാവും, സ്പോൺസർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലാതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്കോളർഷിപ്പ് ഓൾറെഡി കിട്ടിയിരുന്നോ? +1 ഫുൾ മാർക്കുള്ളതുകൊണ്ട് ക്രാഷിൽ പോയിട്ട്. അതല്ലാതെ ഗവൺമെന്റ് സ്കോളർഷിപ്പ് അച്ഛന് പിന്നെ അവിടെ ജോലിയുടെ ഇതായിട്ട് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത് നീറ്റ് മോഹമായിട്ട് ഇനി എന്ത് ചെയ്യാണ്, ഒരു വർഷം റിപ്പീറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് റിപ്പീറ്റ് എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നീ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ? മെന്റലി പ്രിപ്പയർഡ് ആണ്. ഞാൻ ഒരു ഹോസ്റ്റലിലേക്ക് പോയിക്കുമ്പോ കുഴപ്പമുണ്ടാവില്ലേ തോന്നുന്നുണ്ട്. നേരിട്ടേ തിരിച്ചു വരുള്ളൂ. അങ്ങനുണ്ട്. അത് ക്രാഷിന് പോയിട്ട് ആ ഒരു ഹോസ്റ്റലിന്റെ ആ ഒരു 1 മന്ത് അത് കഴിഞ്ഞപ്പോഴൊക്കെ അത്ര കുഴപ്പമില്ല തോന്നുന്നു. വീട്ടിൽ നിന്ന് വിട്ടുന്നപ്പോ ആദ്യമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യത്തെ നീ ഏത് ക്യാമ്പസിലായിരുന്നു? ഇൻഗൽ ക്യാമ്പസിൽ അല്ലേ? വന്ന അവിടുന്ന് അമ്മ പോകുന്ന സമയത്ത് കരഞ്ഞാ? ഇല്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അമ്മോട് ചാച്ച ബൈ ബൈ നല്ല സന്തോഷത്തിലാണ് പോയി പറഞ്ഞു. എന്നിട്ട് അപ്പുറത്തെ റൂം പോയപ്പോ ആ കുട്ടി ഇന്ന് കരയായിരുന്നു. അപ്പൊ ഞാൻ കണ്ടപ്പോ എന്തിനെങ്ങനെ ഇത്ര കരയണം, എന്തിനാ അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പൊ ആദ്യത്തെ 2 ദിവസം എനിക്ക് അറിയണ കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ആദ്യത്തെ 2 ദിവസം ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആവാറായപ്പോ ഒരു ദിവസം ക്ലാസ്സിലിരിക്കായിരുന്നു. അപ്പോഴാണ് അമ്മ കീമിന് വേണ്ടിയിട്ട് സൈന് വേണം പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. അപ്പൊ മിസ് വന്നിട്ട് എന്നെ വിളിച്ചു. അപ്പൊക്കാണെങ്കിൽ ആ സമയത്ത് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴും ചെറിയൊരു വിഷമമുണ്ട്. എന്നിട്ട് അമ്മ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കരഞ്ഞു. അപ്പൊ ഞാൻ കരഞ്ഞു. പക്ഷെ എനിക്ക് അമ്മ ആ സമയത്ത് വിളിച്ചല്ലേ ഉള്ളൂ. അപ്പൊ പുറത്താണ്. അപ്പൊ പിന്നെ അമ്മ അറിയിക്കരുതുന്നുണ്ട് ഞാൻ കരഞ്ഞു. അപ്പൊ ഞാൻ നല്ല പിടിച്ചിരുന്നു. എന്നിട്ട് വിളിച്ച് കഴിയാറായപ്പോഴാണ് കരഞ്ഞു. അപ്പൊ പിന്നെ അമ്മയ്ക്ക് അത്ര തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് മിസ് ഉണ്ടായിരുന്നു അവിടെ, മെന്റർ. ആ മിസ് എന്നിട്ട് എന്തിനാ കരയുന്നത്, ലൈക്ക് മിസ് നന്നായി സമാധാനിപ്പിച്ചു. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊരു വിഷമം വരും. അപ്പൊ അവിടുത്തെ വാർഡനും ആന്റിയോടൊക്കെ പോയിരുന്നു. ഒരു ദിവസം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. അല്ല, അതിന്റെ മുമ്പ് ഒരു ദിവസം ഞാനൊരു 2 ദിവസമായിട്ട് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ആന്റി ഇങ്ങോട്ട് വന്നിട്ട്, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കായിരുന്നു. അപ്പൊ ആന്റി ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, എന്തോ ഒരു വിഷമം 2-3 ദിവസമായിട്ട് ഞാൻ എന്തെങ്കിലും ആന്റി എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടാണോ വെച്ചു. അപ്പൊ എനിക്ക് ആന്റിയോട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ഇതാക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ നിന്ന് കരഞ്ഞു. അപ്പൊ ആന്റി ഇങ്ങനെ കുറെ നേരം കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നല്ല സമാധാനിപ്പിച്ചു. പിന്നെ ശരിക്കും അമ്മ വന്നിട്ടൊക്കെ പറയണ പോലെയൊക്കെ തോന്നി. അപ്പൊ പിന്നെ ആ സങ്കടം മാറി. പിന്നെ കുഴപ്പമുണ്ടായില്ല. ഇല്ല, പിന്നെ ചെറിയ വിഷമൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞ റെഡി ആവുന്ന ഒരു വിശ്വാസം. ഞാൻ മുമ്പ് ഒരു സ്റ്റുഡന്റിനോട് ചോദിച്ചപ്പോ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വീട് വിട്ടുന്നപ്പോ ആ കുട്ടി ചോദിച്ചപ്പോ ആ കുട്ടി തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതാ, തീരെ പറ്റില്ല. ക്രാഷിന് വന്നു, പിന്നെ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോയതാ. വീട്ടില്ല, പക്ഷെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഇതിൽ വന്നു. അപ്പൊ ആ കുട്ടി പറഞ്ഞത്, ഞാൻ എപ്പോഴും ആലോചിക്കുക, ഞാൻ നല്ലൊരു ജോലി കിട്ടിയിട്ട് അച്ഛനും അമ്മക്കും
അവളവിടെ ഏതോ ഒരു സ്ഥലം പറഞ്ഞു, വിയന്നയിൽ ഓസ്ട്രേലിയ വിയന്നയിൽ അച്ഛനെയും അമ്മേനെയും കൊണ്ട് ടൂർ പോകുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണും. അപ്പൊ പിന്നെ വീട്ടിലേക്ക് അച്ഛനെയും അമ്മേനെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്നുള്ള തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഞാൻ കൂടുതലും അമ്മയെ വിളിക്കുമ്പോ കരയരുത് അങ്ങനെയൊക്കെ വിചാരിക്കും. അതായത് എന്തെങ്കിലും വിഷമമുള്ള സമയത്ത് ഞാനപ്പോ അങ്ങനെ അത്ര വിളിക്കില്ല. ഞാൻ കൂടുതൽ അങ്ങനെ അത്ര അത് സങ്കടമാക്കി എടുക്കണ്ടെന്നുള്ള രീതിയിലാക്കും. പിന്നെ ഒരു ദിവസം അമ്മ വിളിച്ചിട്ട് ഒട്ടും പറ്റിയില്ല, അങ്ങോട്ട് കരഞ്ഞു. അപ്പൊ പിന്നെ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. അമ്മ ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കുക അങ്ങനെയൊന്നുമില്ല, അമ്മ എന്നെ സമാധാനിപ്പിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേ തന്നെയാണ് അമ്മക്ക് ഇപ്പൊ തന്നത്. അപ്പൊ എനിക്കൊരു സമാധാനം. റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് മാക്സിമം ഈ രീതിയിലുള്ള റിപ്ലൈ അമ്മ നല്ല സന്തോഷായിട്ട് അമ്മക്ക് ഞാൻ കരഞ്ഞിട്ട് വിചാരിക്കും ഞാൻ കരഞ്ഞോണ്ട് അമ്മയ്ക്ക് വിഷമമില്ല, അമ്മ എന്താ അങ്ങനെ സാധാരണ അങ്ങനെയല്ല. ഇവിടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് അമ്മ ഇവിടെ കരഞ്ഞായിരുന്നു ഇത്ര, പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ്. പക്ഷെ ഞാൻ വിളിക്കുന്ന സമയത്ത് അമ്മ കരയില്ല, അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് അപ്പൊ ഒരു പാരന്റ്സിന്റെ സപ്പോർട്ട് അങ്ങനെ ഒരു വർക്ക് ആയിട്ടുണ്ട് അല്ലേ? നിന്റെ ഒരു ഇൻസ്പിറേഷൻ ഫിഗർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അല്ലേ, പ്രത്യേകിച്ചില്ലേ. പാരന്റ്സ് ആണ് മാക്സിമം ഇൻസ്പിറേഷൻ. അങ്ങനെ എല്ലാം കൊണ്ടും പാരന്റ്സിന്റെ അപ്പൊ ഞാൻ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്തത് നീറ്റ് കഴിഞ്ഞിട്ട് എവിടെ പഠിക്കും? നീറ്റില് എയിംസ് ഡൽഹി തന്നെ, കോംപ്രമൈസ് ഇല്ല. നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞിട്ടുണ്ട് കോംപ്രമൈസ് ഇല്ലാത്ത ആളാണ്, കോംപ്രമൈസ് വേണ്ട.